ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 8-ാം ദിനം. നോമ്പ് പൂർണ്ണതയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. ജീവൻ്റെ പൂർണ്ണതയ്ക്ക് നോമ്പ് നമ്മെ സഹായിക്കുന്നു. എല്ലാ നോമ്പ് കാലവും ഒരു ഉത്സവകാലമാണ്. നോമ്പ് ദിനങ്ങൾ വചനത്തിൻ്റെ ഉത്സവ ദിനമായി മാറുമ്പോൾ നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങൾ അർത്ഥവത്തായി തീരുന്നു. ക്ഷമയുടെ ഉറവിടമാണ് ക്രിസ്തു. ക്ഷമയുടെ അടയാളമാണ് നോമ്പിൻ്റെ ഓരോ ദിനവും. കർത്താവ് തൻ്റെ പ്രാർത്ഥനയിലും അത് തന്നെയല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്? നാം നമ്മോട് തെറ്റ് ചെയ്തവരോട്, ചെയ്യുന്നവരോട് ക്ഷമിക്കാറുണ്ടോ? അതിനുള്ള മനസ്സ് നാം കാണിക്കാറുണ്ടോ? ഈ നോമ്പ് ദിനങ്ങളിൽ നാം ചിന്തിക്കുക. വിക്ടർ യുഗോയുടെ പാവങ്ങൾ എന്ന നോവലിൽ കൊടും കുറ്റവാളിയായ ഒരു വ്യക്തിക്ക് നല്ലവനായ ഒരു ബിഷപ്പ് രാത്രി അഭയം കൊടുക്കുന്നു. എന്നാൽ പിറ്റേന്ന് അവൻ ബിഷപ്പിൻ്റെ വെള്ളി മെഴുകുതിരി കാലുകളുമായി കടന്നു കളഞ്ഞു. എന്നാൽ തൊണ്ടി മുതലുമായി പിടിക്കപ്പെട്ട ആ കുറ്റവാളിയോട് ബിഷപ്പ് ഇപ്രകാരം പറഞ്ഞു: പ്രിയ സ്നേഹിത, ഈ മെഴുകുതിരി കാലുകൾ കൊണ്ട് ഞാൻ നിന്റെ ആത്മാവിനെ വിലയ്ക്കു വാങ്ങിയിരിക്കുന്നു. ഈ നോവലിൽ കൂടി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ക്ഷമയുടെയും വില എന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയരെ, ഈ നോമ്പ് കാലം ക്ഷമയുടെ കാലമായി മാറുവാൻ, ക്ഷമയുടെ കാലമായി മാറ്റുവാൻ നമുക്ക് ഇടയാകട്ടെ. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുകയാണ്. ആയതിനാൽ നമ്മോട് തെറ്റ് ചെയ്തിരിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കാം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് നമ്മെ പഠിപ്പിച്ച ക്ഷമയുടെ വഴിയെ നമുക്കും യാത്ര ചെയ്യാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.